സോ ഫൈനലി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരുടെ രണ്ടാമത്തെ IPL കിരീടം നേടിയിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിനും ചെന്നൈ സൂപ്പർ കിങ്സിനും ശേഷം അടുപ്പിച്ച് 2 വർഷങ്ങളിലായിട്ട് കിരീടം നേടുന്ന മൂന്നാമത്തെ ടീമാണ് RCB. ഞാനൊരു മുംബൈ ഇന്ത്യൻസ് ആരാധകനാണ്, പക്ഷേ ക്രിക്കറ്റിനൊരു ബ്യൂട്ടി ഉണ്ട്. അതായത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം അല്ലെങ്കിലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. 2026 IPL പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് കൺസിസ്റ്റൻറ്റ് ടീമായിരുന്നു RCB. കാരണം അവരുടെ ബാറ്റിംഗ് സൈഡിൽ നിന്നായാലും ബോളിംഗ് സൈഡിൽ നിന്നായാലും അവർക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ RCBയുടെ ബാക്ക് ബോണായ വിരാട് കോഹ്ലി എഗെയിൻ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു ഈ സീസണിലും നേടിയത്. അതായത് ഓൾമോസ്റ്റ് 600+ റൺസ് പുള്ളി അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു യങ് ജനറേഷൻ്റെ കൂടെ പുള്ളി ഇപ്പോഴും ആ ഓറഞ്ച് ക്യാപ്പ് ലിസ്റ്റിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സോ കൺഗ്രാജുലേഷൻസ് ടു RCB. ആൻഡ് ഇപ്രാവശ്യത്തെ IPL എന്നെ ഏറ്റവും കൂടുതൽ ഷോക്കാക്കിയത് വേറൊരാളുടെ പെർഫോമൻസ് ആയിരുന്നു, വൈഭവ് സൂര്യവംശി. വെറും 15 വയസ്സാണ് ആ പയ്യൻ്റെ പ്രായം. നമ്മളൊക്കെ സ്കൂളിലെ എക്സാം പാസ്സാവാൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അവൻ വേൾഡ് ക്ലാസ് ബൗളേഴ്സിനെ 6 അടിച്ച് കളിക്കുന്നു. ആലോചിച്ച് നോക്കേ പുള്ളിയുടെ ഒരു ലെവൽ. പ്രഷറില്ല, ഫിയർ ഇല്ല, കോൺഫിഡൻസ് മാത്രം. At such a young age, he is already a wonderful player with bright future ahead. So hats off to Vaibhav Sooryavanshi. അങ്ങനെ IPL ഇവിടെ തിരശ്ശീല വീഴുമ്പോൾ അടുത്തതായി നമ്മളെ ആവേശം കൊള്ളിക്കാൻ പോകുന്നത് FIFA വേൾഡ് കപ്പ് ആണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.